ഹലോ, അസ്സാം വലൈക്കും. ഇന്നൊരു ബ്രെഡ് മലായി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് നമുക്ക് ആദ്യം തന്നെ അതിനൊരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചാൽ മതി. ഇതൊരു ക്രീമാക്കി എടുക്കാൻ വേണ്ടിയാണ്. അതിലേക്ക് എൻ്റെ കയ്യിൽ ചീസ് ഉള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അത് ഓപ്ഷനിലാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും ഈ ക്രീമിന് നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ മിക്സാക്കി നമുക്കതൊന്ന് അടുപ്പിൽ വെച്ച് അതൊരു ക്രീമാക്കി എടുക്കാം. അത് ചെറിയ തീയിൽ നമുക്കതൊന്ന് ക്രീമാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ക്രീം റെഡിയായി. നല്ല ടേസ്റ്റാണ് ഈ ക്രീമിന്. ഇനി നമുക്കത് ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡ് നമുക്ക് ഇഷ്ടമുള്ള അത്ര ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡ് പോർഷനൊക്കെ കളഞ്ഞ് ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഇതുപോലെ ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ചേർത്ത് ഇതുപോലെ നമുക്ക് വെച്ച് അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയുള്ള ഒരു സോസ് റെഡിയാക്കുന്നതാണ്. അതിന് 2 കപ്പ് പാലും അതുപോലെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും 1/4 കപ്പ് പഞ്ചസാരയും കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അതെല്ലാം മിക്സാക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ചാൽ മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമുക്ക് കസ്റ്റേർഡ് പൗഡറും കൂടി ചേർത്ത് അതൊന്ന് കലക്കി ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കസ്റ്റേർഡ് കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് കുറച്ചൊരു തിക്കായി വരുമ്പോൾ അതൊന്ന് ഓഫാക്കി എടുക്കാം. അതിനു വേണ്ടിയുള്ള സോസ് റെഡിയായി. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ സോസ് ചൂടോടെ തന്നെ നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു റെസിപ്പിയാണ്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1-2 മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ മതി. ഇതുപോലെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുന്ന സമയം ഇതുപോലെ റെയിൻബോ പാലുണ്ടെങ്കിൽ അതൊന്നും കൂടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതും ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.